മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് ഇടപാടുകളിൽ നിയമസഭയിലും ഒളിച്ചുകളിച്ച് സർക്കാർ. അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള പ്രതിപക്ഷ ചോദ്യങ്ങളെ അവഗണിക്കാനാണ് ശ്രമം. അതേസമയം എക്സാലോജിക്കിന്റെ ഇടപാടുകളിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ MLA ഇന്ന് പുറത്തുവിട്ടേക്കും. കഴിഞ്ഞ ദിവസം ഒരു അഴിമതി ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ മാത്യു കുഴൽനാടൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രേഖകൾ പര്യാപ്തമല്ലെന്നറിയിച്ച് സ്പീക്കർ അനുമതി നിഷേധിച്ചു. നേരത്തെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനും അനുമതി നിഷേധിച്ചിരുന്നു. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ കമ്പനി തുടങ്ങിയതെന്ന് ആദ്യം നിയമസഭയെ അറിയിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ മിണ്ടുന്നില്ല. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഷോൺ ജോർജ് പുറത്തുവിട്ടിട്ടും പ്രതികരണമില്ല. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിൽ എക്സാലോജിക് വിഷയം പരമാവധി അവഗണിക്കാൻ ഭരണപക്ഷ ശ്രമം നടക്കുന്നത്. ഇതിനിടെ എക്സാലോജിക്കിന്റെ പേര് പരാമർശിക്കാതെ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ സഭയിൽ ഉന്നയിക്കാനിരുന്ന അഴിമതിയിൽ കൂടുതൽ രേഖകൾ ഇന്ന് പുറത്തുവിട്ടേക്കും. സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ രേഖകൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമെന്ന് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.